Today's class we will discuss about portfolio selection. Okay. So the objective of every rational investor is to maximize his return and minimize the risk. Diversification is the method adopted for reducing the risk. It is essentially a result in the construction of portfolio. The proper goal of portfolio construction would be to generate a portfolio that provides the highest return and lowest risk. Such a portfolio would be known as optimal portfolio, and the process of finding the optimal portfolio is described as portfolio selection. സോ നോക്കുക, ഒബ്ജക്റ്റീവ് ഓഫ് എവരി റാഷണൽ ഇൻവെസ്റ്റർ എന്നാണ് റാഷണൽ ആയിട്ടുള്ള ഏതൊരു ഇൻവെസ്റ്ററുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അയാളുടെ റിട്ടേൺ എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതും റിസ്ക് കുറയ്ക്കുക എന്നുള്ളതും ആവും. സോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഡൈവേഴ്സിഫിക്കേഷനാണ്. സോ ഇറ്റ് ഈസ് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എസെൻഷ്യലി റിസൾട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോസ്. എന്താണ് പോർട്ട്ഫോളിയോസ് സെക്യൂരിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ദ പ്രോപ്പർ ഗോൾ ഓഫ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ വുഡ് ബി ടു ജനറേറ്റ്. എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പറായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഹയസ്റ്റ് റിട്ടേണും അതേപോലെ എന്താണ് ലോവസ്റ്റ് റിസ്ക്കും. എന്താണ് നമുക്ക് ആ പോർട്ട്ഫോളിയോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക, നല്ല റിട്ടേൺ തരികയും അതേപോലെ എന്ത് തരികയും ചെയ്യുക, ലോവസ്റ്റ് റിസ്ക്കും ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ പറയുന്ന പേരാണെന്ത്, optimal portfolio. Optimal portfolio is the portfolio that generate or that provides the highest return and lowest risk. Okay, or that provides the highest return with the lowest risk. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്, പോർട്ട്ഫോളിയോ സെലക്ഷൻ. And the process of finding the optimal portfolio is described as portfolio selection. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത്. So the conceptual framework and analytical tools for determining the optimal portfolio is disciplined and objective manner have been provided by Harry Markowitz in his pioneering work on portfolio analysis described in his 1952 Journal of Finance article and subsequent book in 1959. Okay. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, അതേപോലെ എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുക എന്നുള്ളതും അതേപോലെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമ്മളുടെ ഒരു ഡിസിപ്ലിൻഡ് മാനറിൽ നമുക്ക് പറഞ്ഞു തന്നയാളാണ് ഹാരി മാർക്കോവിറ്റ്സ് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ 1952 ജേർണൽ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു കൺസെപ്ച്വൽ ഫ്രെയിം വർക്കും അനലിറ്റിക്കൽ ടൂളും എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. His method of portfolio selection has come to be known as Markowitz model. അദ്ദേഹത്തിൻ്റെ ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ മോഡലാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മാർക്കോവിറ്റ്സ് മോഡൽ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇൻഫാക്ട് ദ മാർക്കോവിറ്റ്സ് വർക്ക് മാർക്സ് ദ ബിഗിനിങ് ഓഫ് വാട്ട് ഈസ് നോൺ ടുഡേ ആസ് എന്നാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്നറിയപ്പെടുന്നതിൻ്റെ തുടക്കം ഏതിൽ നിന്നാണ്, മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ ഈ അനലിറ്റിക്കൽ ടൂളിൽ നിന്ന് ആണെന്ത്, മാർക്കോവിറ്റ്സ് മോഡലിൽ നിന്നാണെന്ത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ തുടക്കം. ഹാരി മാർക്കോവിറ്റ്സ് മോഡൽ, അദ്ദേഹം ആഗസ്റ്റ് 1927 അദ്ദേഹം ജനിക്കുന്നത്. അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിൽ അദ്ദേഹത്തിൻ്റെ വർക്കിനാണ് അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. ആൻഡ് മാർക്കോവിറ്റ്സ് പുട്ട് ഫോർവേഡ് ദിസ് മോഡൽ 1952 എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അത് എന്ത് ചെയ്യുന്നത്, പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. Then studied the effects of asset risk, return correlation and diversification on probable investment portfolio return. Probable portfolio return asset riskും അതേപോലെ റിട്ടേണും കോറിലേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട എസൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ ഹാസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഹി വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഓവർ എ സിംഗിൾ
ടൈം ഹൊറൈസണിൽ എന്താണ് അദ്ദേഹം എന്താണ് ഒരു ആളുടെ അടുത്ത് പണമുണ്ട്, അദ്ദേഹം എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആൻഡ് ഹി ക്യാൻ ചൂസ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ എന്ന് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, ആൾട്ടർനേറ്റീവ് അവൈലബിൾ ആണ്. സ്റ്റോക്ക്, ബോണ്ട്, ഓപ്ഷൻസ്, കറൻസി, പോർട്ട്ഫോളിയോ, ഇതൊക്കെ ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്യൂച്ചർ റിസ്ക് ആൻഡ് റിട്ടേൺ. എന്തിൻ്റെ ബേസിന് ചെയ്തിട്ടാണ്? ഫ്യൂച്ചർ റിസ്ക് ആൻഡ് റിട്ടേണിനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ആൻഡ് ദ ഡിസിഷൻ ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇഫ് ഹി ഓർ ഷീ വാണ്ട്സ് ടു ഐദർ മാക്സിമൈസ് ദ yield ഓർ മിനിമൈസ് ദ റിസ്ക്. എന്തും കൂടി ഉണ്ട്, എന്തും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാക്സിമൈസ് ദ yield ഓർ എന്താണ്, മിനിമൈസ് ദ റിസ്ക്. അല്ല എന്താണ്, റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിൻ്റെ അതേപോലെ എന്ത് ചെയ്യുന്നത്, ഒരു yield കൂട്ടുകയാണോ വേണ്ടത്, മിനിമം റിസ്ക് ആണോ വേണ്ടത് എന്നുള്ളൊരു തീരുമാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സോ നോക്കുക, ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ മോഡലിലേക്ക് പോവുകയാണ്. ഫീസിബിൾ സെറ്റ് ഓഫ് വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് an investor can create very large number of portfolios by combining these securities in different proportions. നമ്മൾ പറഞ്ഞു നമുക്ക് കുറഞ്ഞ സെക്യൂരിറ്റി, ഇപ്പോൾ 4 സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്താണ് മാക്സിമം പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കാം. പല രീതിയിലല്ലേ, 3 1 ആക്കാം, അതേപോലെ 2 ആക്കാം അല്ലേ, അതേപോലെ അത് വിവിധ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒക്കെ എന്താണ് അതിൻ്റെ പ്രൊപ്പോർഷനിൽ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യാം, പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കാം. ആൻഡ് ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റർ ക്യാൻ പോസിബിളി ഇൻവെസ്റ്റ്. അപ്പോൾ അതിനെയാണ് നമ്മളത് പറയുന്നത് ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ്. അതായത് നമ്മളുടെ സെക്യൂരിറ്റീസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പോർട്ട്ഫോളിയോസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എന്ന് പറയണത്. ആൻഡ് ദിസ് ഇസ് ആൾസോ നോൺ ആസ് എന്താണ്, പോർട്ട്ഫോളിയോ ഓപ്പർച്യൂണിറ്റി ടെസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി സെറ്റ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. പോർട്ട്ഫോളിയോസ് ഓപ്പർച്യൂണിറ്റി സെറ്റ് എന്ന്, ടെസ്റ്റ് അല്ല സെറ്റ് എന്നാണ്, സെറ്റ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. So each portfolio in the opportunity set is characterized by an expected return and a measure of risk, namely variance or standard deviation of returns. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി സെറ്റിലുള്ള ഓരോ പോർട്ട്ഫോളിയോയും എന്തൊക്കെ ഫീച്ചർ ഉണ്ട്, അതേപോലെ ഓരോന്നിനും എന്തുണ്ടാവും, ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ടാവും, അതേപോലെ ഓരോന്നും എന്തുണ്ടാവും, റിസ്ക്കും ഉണ്ടാവും, അതായത് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ടാവും. So not every portfolio in the portfolio opportunity set is of interest to an investor. എന്താണ്, അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഓപ്പർച്യൂണിറ്റി സെറ്റിലുള്ള എല്ലാ സെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഈ ഇൻവെസ്റ്റർക്ക് താല്പര്യം ഉണ്ടാവില്ല. സോ ഇൻ ദ ഓപ്പർച്യൂണിറ്റി സെറ്റ് സം പോർട്ട്ഫോളിയോസ് വിൽ ഒബ്വിയസ്ലി ബി ഡോമിനേറ്റഡ് ബൈ അതേഴ്സിൽ. എന്താണ്, അവൻ ചില പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്യുന്നു, മറ്റുള്ള പോർട്ട്ഫോളിയോസിനെ കൊണ്ട് ഡോമിനേറ്റഡ് ആയി പോകുന്നു. എങ്ങനെ ഡോമിനേറ്റ് ആയി പോവുക, എ പോർട്ട്ഫോളിയോ വിൽ ഡോമിനേറ്റ് അനദർ if it has either a lower standard deviation and the same expected return as the other or high expected return and the same standard deviation as the other. Okay. പോർട്ട്ഫോളിയോ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് എന്താണ് സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ എന്താണ് ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിൽ റിസ്ക് കുറവാണ് അല്ലേ. ഇപ്പോൾ ഒന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് 4.5ഉം ഒരു ഇതിൻ്റെത് 5.82 എന്ന് വിചാരിക്കും. രണ്ട് എയും ബിയും ഉണ്ട്. 4.5ഉം 5.8 ഉണ്ട്. രണ്ടിൻ്റെയും റിട്ടേൺ 10%. അപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്യാം, 4.5 ആണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കാരണം അതിനാണ് റിസ്ക് കുറവുള്ളത്. അപ്പോൾ ഈ റിസ്ക് കുറവുള്ളത് എന്തിനെ ഡോമിനേറ്റ് ചെയ്യും, റിസ്ക് കൂടുതലുള്ളതിനെ ഡോമിനേറ്റ് ചെയ്യും. അതേപോലെയാണെന്ത് ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ അറ്റ് ദ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ എന്താണ് രണ്ടിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4.5 ആണ്, റിട്ടേൺ 10ഉം 15ഉം ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക, 15 ഉള്ളതാണ് എടുക്കുക. എന്നാൽ ഈ സെയിം ലെവൽ ഓഫ് റിസ്കിന് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ അവിടെ റിട്ടേൺ കൂടുതലുള്ളത് കുറഞ്ഞതിനെ എന്ത് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഡോമിനേറ്റ് ചെയ്യുന്നത്. So portfolios that are dominated by other portfolios are known as inefficient portfolios. അപ്പം
മറ്റുള്ള പോർട്ട്ഫോളിയോനെ കൊണ്ട് അല്ലെങ്കിൽ എന്താണ് വേറെയുള്ള പോർട്ട്ഫോളിയോ കൊണ്ട് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന പോർട്ട്ഫോളിയോസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഎഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് എന്ന്. ഓക്കെ, സോ ആൻ ഇൻവെസ്റ്റർ വുഡ് നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ദ പോർട്ട്ഫോളിയോസ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി സെറ്റിൽ. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി സെറ്റിലുള്ള എല്ലാ പോർട്ട്ഫോളിയോയിലും ആർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഒരു ഇൻവെസ്റ്റർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇതിൽ മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഹി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ദ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു ഇൻവെസ്റ്റർക്ക് എന്തുണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറയാൻ പോകുന്നതാണ് എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് എന്നാണ് പോർട്ട്ഫോളിയോസിനെ പറ്റിയിട്ടാണ്. ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ലെറ്റ് us കൺസിഡർ വേരിയസ് കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഡെസിഗ്നേറ്റ് ദം ആസ് പോർട്ട്ഫോളിയോസ് ടു എന്താണ് 1 to n. ഓക്കെ, എന്താണ് 1 മുതൽ എന്താണ് n വരെയുള്ള, എന്ന് പറയുന്ന എന്താണ് നമ്പറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. n വരെയുള്ള പോർട്ട്ഫോളിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. സോ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദീസ് പോർട്ട്ഫോളിയോസ് മേ ബി വർക്ക്. അതിൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ 1 to n എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള എന്താണ് 1 മുതൽ 10 വരെയുള്ള പോർട്ട്ഫോളിയോസ്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ABCDEFGHIJ വരെയുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്. അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് റിസ്ക്കും അതേപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇഫ് വി കമ്പയർ D ആൻഡ് E എന്താണ്, നമ്മൾ ഡിയും ഇയും കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണ് എങ്കിൽ അവിടെ എന്താ നോക്കുക, ഡിയും ഇയും നോക്കൂ, എന്താണ് ഡിയും ഇയും തമ്മിലുള്ളത്, നോക്കൂ, ഡിയും ഇയും ഇത് രണ്ടുമാണ് എന്ത്, ഡിയും ഇയും. ഓക്കെ, അപ്പം ഡിയും ഇയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിസ്ക് എന്താണ്, ഈക്വൽ ആണ് അല്ലേ, 8.1 ആണ് അല്ലേ, 8.1 ആണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണ് വ്യത്യാസമുണ്ട്, 10.5ഉം അതേപോലെ തന്നെ എന്താണ് 11.7 ആണ് എന്ത് അതിൻ്റെ റിട്ടേൺ. അത് നിങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോർ ദ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 8.1 എന്താണ് 8.1 ആണ് രണ്ടെണ്ണത്തിൻ്റെയും എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോർട്ട്ഫോളിയോ ഇ ഗീവ്സ് ദ ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നാണ് ഓഫ് 11.7 എന്നാണ്. അവിടെ ഇ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് എന്ത് നൽകുന്നത്, റിട്ടേൺ കൂടുതൽ നൽകുന്നത്, മേക്കിംഗ് ഇറ്റ് എന്താണ് മോർ എഫിഷ്യൻറ്റ് ദാൻ പോർട്ട്ഫോളിയോ ഡി. അതിനെക്കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ എന്തിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, ഡി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോനേക്കാളും എന്താണ് കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യാണ്, ജിയും എച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് നോക്കുക. ജിയും എച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എങ്കിൽ കമ്പയർ ചെയ്യുന്നത് എങ്കിൽ നോക്കുക, ജിയും എച്ചും ജിയും എച്ചും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നോക്കൂ 13.5 ആണ് രണ്ടിൻ്റെയും എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. എന്തിൽ വ്യത്യാസമുണ്ട്, റിസ്ക്കിലാണ് എന്തുള്ളത് വ്യത്യാസമുള്ളത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യും അഗെയിൻ ഇഫ് വി കമ്പയർ ദ പോർട്ട്ഫോളിയോ ജി ആൻഡ് എച്ച് ഫോർ ദ സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എന്താണ് 13.5%, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലോവർ ഫോർ പോർട്ട്ഫോളിയോ ജി മേക്കിംഗ് ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ് ദാൻ പോർട്ട്ഫോളിയോ എച്ചിൽ. എന്താണ് അവിടെ റിട്ടേൺ രണ്ടും എന്താണ് ഒരു ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുക, ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്, റിസ്ക് കുറവുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ ബൈ ദ ഇൻവെസ്റ്റർ വിൽ ബി ഗൈഡഡ് ബൈ 2 ക്രൈറ്റീരിയാസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് അദ്ദേഹം ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. ഒന്ന്, given two portfolios with the same expected return, the investor would prefer one which is the lower risk. Okay,
അപ്പോൾ ഒരേ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഉള്ള പോർട്ട്ഫോളിയോസ് ആണ് എങ്കിൽ അവിടെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് കുറഞ്ഞ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ആണ്, ലോവർ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ആണ് എന്ത് ചെയ്യുന്നത്, അത് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഗിവൺ ടു പോർട്ട്ഫോളിയോസ് വിത്ത് ദ സെയിം റിസ്ക് എന്നാണ് ദ ഇൻവെസ്റ്റർ വുഡ് പ്രിഫർ ദ വൺ ഹൈ എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ സെയിം ലെവൽ ഓഫ് റിസ്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ, പോർട്ട്ഫോളിയോസിൻ്റെ എന്താണ് സെയിം ലെവൽ ഓഫ് റിസ്ക് ഉള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവിടെ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത് എന്നാണ്, ഏത് പോർട്ട്ഫോളിയോ ആണോ ഹൈ റിട്ടേൺ നൽകുന്നത്, ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഏതാണോ ഉള്ളത് ആ പോർട്ട്ഫോളിയോ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ക്രൈറ്റീരിയ ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് റിസ്ക് അവേഴ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു അസംഷൻ എടുക്കാനുള്ള കാരണം എന്താണ്, ഇൻവെസ്റ്റേഴ്സ് റാഷണലാണ്, അതേപോലെ എന്താണ്, ആസ് ദേ ആർ റാഷണൽ ദേ വുഡ് പ്രിഫർ മോർ റിട്ടേൺ ടു ലെസ് റിട്ടേൺ. എന്താണ് കൂടുതൽ റിട്ടേൺ ഉള്ളതാണ് അവരെന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക എന്താണ്, ലെസ് റിട്ടേണിനെക്കാട്ടിലും. അതേപോലെ എന്താണ് റിസ്ക് അവേഴ്സ് ആണ് എന്നുള്ള അസംഷനും എന്നാൽ റിസ്ക് അവേഴ്സ് ആയതുകൊണ്ട് ദേ വുഡ് പ്രിഫർ എന്താണ് ലെസ് റിസ്ക് ടു മോർ റിസ്ക്. എന്താണ് കുറഞ്ഞ റിസ്ക് ഉള്ളതാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്, പിന്നെ എന്തുള്ളൂ കൂടുതൽ റിസ്ക് ഉള്ളത് എന്ത് ചെയ്യുള്ളൂ, പ്രിഫർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് അസംഷൻ്റെ ബേസിലാണ് ഈ ഒരു രണ്ട് ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ കൺസെപ്റ്റ് ഓഫ് എഫിഷ്യൻ്റ് സെറ്റ്സ് ക്യാൻ ബി ഇല്ലസ്ട്രേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്. ഇനി നമ്മൾ പറയുന്ന ഈ എഫിഷ്യൻ്റ് സെറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, so the expected return and standard deviation of portfolios can be depicted on a XY graph measuring the expected return on Y axis and the standard deviation on X axis. Okay, അപ്പോൾ ഇവിടെ എന്താ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോസ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് XY ഗ്രാഫിലാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ റിസ്ക്കും അതേപോലെ Y ആക്സിസിൽ റിട്ടേണും ആണ് എന്ത് ചെയ്യുന്നത്, ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. As each portfolio in the opportunity set of portfolios has an expected return and standard deviation associated with it. അപ്പം ആ പോർട്ട്ഫോളിയോയിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി സെറ്റിനും അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും ഉണ്ട്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് ആ റിട്ടേണിൻ്റെ റിസ്ക്കും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. സോ ഈച്ച് പോർട്ട്ഫോളിയോ വുഡ് ബി റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ പോയിൻറ്റ് in the risk return space enclosed with the two axes of the എന്താണ് ഗ്രാഫ്. ഓക്കെ, എന്താണ് അപ്പോൾ ഈ ഗ്രാഫിലുള്ള രണ്ട് ആക്സിസിൻ്റെ ഇടയിലുള്ള റിസ്ക് റിട്ടേൺ സ്പേസിൽ എന്താണ് ഒരു സിംഗിൾ പോയിൻ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഈ എന്തിനെ രേഖപ്പെടുത്തുന്നു, ഈ പോർട്ട്ഫോളിയോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു. അപ്പോൾ നോക്കുക, ദ ഷെയ്ഡഡ് ഏരിയ ഇൻ ദ ഗ്രാഫ്, ആ ഗ്രാഫിലുള്ള ഷെയ്ഡഡ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് in the set represent the set of all possible portfolios that can be constructed from a given set of securities. അപ്പോൾ ഗ്രാഫിലുള്ള ഇതാണ് ഗ്രാഫിലുള്ള ഷെയ്ഡഡ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, shaded area represent the all possible portfolios that can be constructed from a given set of securities. എന്താണ് നമുക്ക് തന്നിട്ടുള്ള given set of securitiesൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസിനെയാണ് എന്ത് കാണിക്കുന്നത്, ഈ ഷെയ്ഡഡ് ഏരിയ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ആ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്യുന്നത് അടങ്ങിയിട്ടുള്ളത്. സോ ദിസ് ഓപ്പർച്യൂണിറ്റി സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ടേക്ക് ദ കോൺകേവ് ഷേപ്പ്. ഇതെന്നാണ് ഒരു കോൺകേവ് ഷേപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കോൺകേവ് ഷേപ്പ് ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് കണ്ടെയ്നിങ് സെക്യൂരിറ്റീസ് ദാറ്റ് ആർ ലെസ് ദാൻ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. എന്താണ് ഈ ഇതിലുള്ള പോർട്ട്ഫോളിയോസ് ഉള്ള സെക്യൂരിറ്റീസ് എന്താണ് ലെസ് ദാൻ പെർഫെക്റ്റ്ലി കോറിലേറ്റഡ് ആണ്. അതിനെക്കൊണ്ട് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, കോൺകേവ് രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഗ്രാഫിൻ്റെ എന്താണ് രൂപം. അപ്പം നമുക്ക് ഒന്ന് ഒരു എക്സാമിൻ ചെയ്യാം. ലെറ്റ് us ക്ലോസ്ലി എക്സാമിൻ ദ ഡയഗ്രാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡയഗ്രാം വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത്, എക്സാമിൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ദ പോർട്ട്ഫോളിയോസ് എഫ് ആൻഡ് ഇ. എഫ് എന്ന് പറയുന്നത് അതേപോലെ എന്താണ് ഇ എന്ന് പറയുന്ന എന്താണ് പിന്നെയും കൺസിഡർ ചെയ്യുക. ബോത്ത് ദ പോർട്ട്ഫോളിയോസ് ഹാവ് ദ സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ ബട്ട് പോർട്ട്ഫോളിയോ ഇ ഹാസ് എന്താണ് ലെസ് റിസ്ക്. എന്താണ് ഈ രണ്ട് എണ്ണത്തിനും എന്താണ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് എഫിനും ഇക്കും.
നമുക്ക് എന്താണ് എഫ് എന്ന് ഒരേ രീതിയിലാണല്ലോ അതിൻ്റെ പേര് എന്താണ് ഒരേ രീതിയിലാണ് എഫും ഇയും. പക്ഷേ എന്താണ് അതുകൊണ്ട് എന്താണ് ബോത്ത് ദ പോർട്ട്ഫോളിയോസ് ഹാവ് ദ സെയിം എക്സ്പെക്റ്റഡ് റിട്ടേൺ. ബട്ട് എന്താണ് ഏതിനാണ് റിസ്ക് കുറവുള്ളത്? ഇക്കാണ് എന്ത് റിസ്ക് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ ഹാൻസ് പോർട്ട്ഫോളിയോ ഇ വുഡ് ബി പ്രിഫേർഡ് ടു എന്നാണ് പോർട്ട്ഫോളിയോ എഫ് എന്നാണ് പോർട്ട്ഫോളിയോ എഫിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്നത് ഏത് പോർട്ട്ഫോളിയോ ആണ്? പോർട്ട്ഫോളിയോ ഇ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് നൗ വിൽ കൺസിഡർ സി ആൻഡ് ഇ എന്താണ് സിയും അതേപോലെ തന്നെ എന്താണ് ഇയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഹാവ് ദ സെയിം റിസ്ക് അല്ലേ? രണ്ട് എണ്ണത്തിനും എന്താണ് ഒരേ റിസ്ക് ആണുള്ളത്. ബട്ട് പോർട്ട്ഫോളിയോ ഇ ഓഫേഴ്സ് മോർ റിട്ടേൺസ് ഫോർ ദ സെയിം റിസ്ക്. അതുകൊണ്ട് തന്നെ ഹെൻസ് പോർട്ട്ഫോളിയോ ഇ വുഡ് ബി പ്രിഫേർഡ് ടു പോർട്ട്ഫോളിയോ സി. അതായത് ഇവിടെ നോക്കുമ്പോൾ എന്താണ് സിയും ഇയും ഒരേ രീതിയിലാണ്, പക്ഷേ എന്താണ് രണ്ടിനും ഒരേ റിസ്ക് ആണ്. പക്ഷേ എന്താണ് കൂടുതൽ റിട്ടേൺ ഓഫർ ചെയ്യുന്നത് ഏതാ കൂടുതൽ റിട്ടേൺ ഓഫർ ചെയ്യുന്നത്? ഇ ആണ് കൂടുതൽ റിട്ടേൺ എന്ത് ചെയ്യണത് ഓഫർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യണത്? പോർട്ട്ഫോളിയോ ഏതാണ്? ഇ ആണ് നമ്മൾ എന്ത് ചെയ്യുക പ്രിഫർ ചെയ്യുക. ഹെൻസ് പോർട്ട്ഫോളിയോ ഇ വുഡ് ബി പ്രിഫേർഡ് ടു പോർട്ട്ഫോളിയോ സി. Thus for any point in the risk return space, an investor would like to move as far as possible in the direction of increasing returns and also as far as the possible in the direction of decreasing risk. അതായത് ഈ പറയുന്ന റിസ്ക് റിട്ടേൺ സ്പേസിനുള്ളിൽ നമുക്ക് തന്നിട്ടുള്ള ഈ നമ്മുടെ കയ്യിലുള്ള ഈ റിസ്ക് റിട്ടേൺ സ്പേസിനുള്ളിൽ ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ശ്രമിക്കുന്നത് റിട്ടേൺ ഉയർത്തുന്നതിനും അതേപോലെ തന്നെ എന്തിനുമായിരിക്കും? റിസ്ക് കുറയ്ക്കുന്നതിനുമായിരിക്കും. ഓക്കെ. ഇഫക്റ്റീവ്ലി ഹി വുഡ് ബി മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഇൻ സെർച്ച് ഓഫ് ഡിക്രീസിങ് റിസ്ക്. എന്താണ് ലെഫ്റ്റിലേക്ക് വന്നിട്ട് അതേപോലെ തന്നെ എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? റിസ്ക് കുറയ്ക്കുന്നതിനും ആൻഡ് അപ്വേർഡ് ഇൻ സെർച്ച് ഓഫ് ഇൻക്രീസിങ് എന്നാണ് റിട്ടേൺസ്. എന്നാണ് ഉയരത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ എന്താണ് അപ്വേർഡ് മൂവിൽ പോകുമ്പോഴാണ് നമുക്ക് എന്ത് കൂടുന്നത്? റിട്ടേൺ എന്ത് ചെയ്യണത്? കൂടുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസ്ക്കും കുറയ്ക്കുകയും റിട്ടേൺ എന്ത് ചെയ്യുന്നത്? കൂട്ടുകയും ചെയ്യുന്നത്. എല്ലാ ഇൻവെസ്റ്ററും അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ലെറ്റസ് കൺസിഡർ ദ പോർട്ട്ഫോളിയോസ് സി ആൻഡ് എ. സിയും എയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ സി വുഡ് ബി പ്രിഫേർഡ് ടു പോർട്ട്ഫോളിയോ എ. ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? പോർട്ട്ഫോളിയോ സി ആണ് എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യണത്. കാരണം എന്താണ്? ഇറ്റ് ഓഫേഴ്സ് ലെസ് റിസ്ക് ഫോർ ദ സെയിം ലെവൽ ഓഫ് റിട്ടേൺ അല്ലേ? അപ്പോൾ സിയും എയും സിയും ഉണ്ട് ഇവിടെ, അതേപോലെ എന്താണ് എയും ഉണ്ട്. രണ്ടും എന്താണ് ഒരേ റിട്ടേൺ ആണ്. അപ്പോൾ എന്താണ് പക്ഷേ റിസ്ക് കുറവ് ഏതിനാണ്? സിക്കാണ് എന്ത് ചെയ്യുന്നത്? റിസ്ക് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാ പ്രിഫർ ചെയ്യണത്? സി ആണ് എന്ത് ചെയ്യണത്? പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? സോ ഇൻ ദ ഓപ്പർച്യൂണിറ്റി സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഡയഗ്രാം, പോർട്ട്ഫോളിയോ സി ഹാസ് ദ ലോവസ്റ്റ് റിസ്ക് കമ്പയർഡ് ടു ഓൾ അതർ പോർട്ട്ഫോളിയോസ്. എന്താണ് ഹിയർ പോർട്ട്ഫോളിയോ സി ഇൻ ദിസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ദ ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ. ഓക്കെ. അപ്പം ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി സെറ്റിലുള്ള പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കുറഞ്ഞ വേരിയൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റിസ്ക് എന്ന് പറയുന്നത് ഏത് പോർട്ട്ഫോളിയോയ്ക്കാണ്? സി എന്ന് പറഞ്ഞ സിക്ക് അതിനൊരു ലൈൻ ഇവിടെ വരച്ച് ഇത്രയേ വരുള്ളൂ. അപ്പം ആ സി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയ്ക്കാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി സെറ്റ് പോർട്ട്ഫോളിയോ ഓപ്പർച്യൂണിറ്റി സെറ്റിലെ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ എന്ന്. ഓക്കെ. സോ കമ്പയറിങ് ദ പോർട്ട്ഫോളിയോസ് എ ആൻഡ് ബി, നമ്മൾ എന്ത് ചെയ്യുക? എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വി ഫൈൻഡ് ദാറ്റ് പോർട്ട്ഫോളിയോ ബി ഈസ് പ്രിഫറബിൾ ടു പോർട്ട്ഫോളിയോ എ ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് ഹയർ റിട്ടേൺ ഫോർ എന്താണ് സെയിം ലെവൽ ഓഫ് റിസ്ക്. എന്താണ് ബിയും എയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് സെയിം ലെവൽ ഓഫ് റിസ്കിന് ഏതാ കൂടുതലുള്ളത്? ഷുവർലി എന്താണ് ബി ആണ് എന്ത് ചെയ്യണത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ബി ഇതാ ഇവിടെ കിടക്കുന്നു അല്ലേ? എ എന്നാണ് ഇവിടെ കിടക്കുന്നത്. റിസ്ക് എന്നാണ് സെയിം ആണ്, പക്ഷേ ഹയർ റിട്ടേൺ ഏതാണ് കൊടുക്കുന്നത്? ബി ആണ് എന്ത് ചെയ്യണത്? കൂടുതൽ എന്ത് ചെയ്യണത്? റിട്ടേൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
Portfolio B preferable to portfolio A because it offers higher return for the same level of risk. So in this diagram, point B represent the portfolio with the highest expected return among all the portfolios in the feasible set. എന്താണ് ഈ പറയുന്ന പോർട്ട്ഫോളിയോയുടെ ഈ ഫീസിബിൾ സെറ്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓഫർ ചെയ്യുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഏതാണ്? ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ thus we find that portfolios in the north west boundary of the shaded area are more efficient than all the portfolios in the interior ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ. ഓക്കെ, അതായത് ഈ ഷെയ്ഡഡ് ഏരിയയുടെ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തുള്ള എന്താണ്, നോർത്ത് വെസ്റ്റ് റീജിയനിലുള്ള എന്താണ് പോർട്ട്ഫോളിയോസ് ആണ് ബാക്കിയുള്ള പോർട്ട്ഫോളിയോസിനേക്കാട്ടിലും എന്തുള്ളത്, കൂടുതലായിട്ട് എന്തുള്ളത്, റിട്ടേൺ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ബൗണ്ടറി ഓഫ് ഷെയ്ഡഡ് ഏരിയ ഈസ് കോൾഡ് എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ. അതായത് നമ്മൾ ഈ നോർത്ത് വെസ്റ്റ് ബൗണ്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോസ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി സെറ്റ് എന്നാണ്. ഓപ്പർച്യൂണിറ്റി സെറ്റിലുള്ള എല്ലാ എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോസുമുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. അപ്പോൾ ആ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെറ്റ് ഓഫ് portfolios lying between the global minimum variance portfolio and the maximum return portfolio on the efficient frontier represent എന്താണ്, efficient set of portfolios. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഗ്ലോബൽ മിനിമം വേരിയൻസ് ഏതാണ്, സി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയുടെയും അതേപോലെ എന്താണ് ഹയസ്റ്റ് റിട്ടേണുള്ള പോർട്ട്ഫോളിയോ എവിടെയാണ്, ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയും ഇതിൻ്റെ ഇടയിൽ വരുന്ന പോർട്ട്ഫോളിയോയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫിഷ്യൻ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. സോ ദ എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ ഈസ് ഷോൺ എന്നാണ് നമ്മുടെ ബുക്കിൽ, നമ്മുടെ ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. സി മുതൽ ബി വരെയുള്ള എന്താണ് ഭാഗമാണ് എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ ദ എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ ഈസ് എ കോൺകേവ് കർവ് ഇൻ ദ റിസ്ക് റിട്ടേൺ സ്പേസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദി എന്താണ് മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ ടു ദി മാക്സിമം റിട്ടേൺ പോർട്ട്ഫോളിയോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് കർവാണ്. ഏതിലുള്ള, റിസ്ക് റിട്ടേൺ സ്പേസിലുള്ള ഒരു കോൺകേവ് കർവാണ്. ഏത് മുതൽ, മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ തൊട്ടിട്ട് മാക്സിമം റിട്ടേൺ പോർട്ട്ഫോളിയോ വരെയുള്ള റിസ്ക് റിട്ടേൺ സ്പേസിലുള്ള ഒരു കോൺകേവ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ എന്ന് നമ്മൾ എന്ത് ചെയ്യണത്, പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെറ്റ് ഓഫ് അറ്റൈനബിൾ പോർട്ട്ഫോളിയോസ് ആണ് എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ. ഇവിടെ ഗ്ലോബൽ മിനിമം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക്, അതേപോലെ എന്താണ് ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ പോർട്ട്ഫോളിയോ റിസ്ക്, വൈ ആക്സിസിൽ റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. ഇപ്പം നമ്മൾ എന്തേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, സെറ്റാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ, എഫിഷ്യൻ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അത് എന്ത് കണ്ടുപിടിക്കണം, എഫിഷ്യൻ്റ് സെറ്റ് ഓഫ് എന്താണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ ദ പോർട്ട്ഫോളിയോ സെലക്ഷൻ പ്രോബ്ലം ഈസ് റിയലി the process of delineating the efficient portfolios and then selecting the portfolio from the set. എന്താണ് ബെസ്റ്റ് പോർട്ട്ഫോളിയോ ഫ്രം ദ സെറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തിനുള്ള പ്രോസസ്സാണ്, ഡിലിനേറ്റിംഗ് ഓർ ഐഡൻറ്റിഫൈയിങ് ദ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്. എന്നാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിനെ കണ്ടെത്തുകയും ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോർട്ട്ഫോളിയോസ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. സോ റേഷണൽ ഇൻവെസ്റ്റേഴ്സ് വിൽ ഒബ്വിയസ്ലി പ്രിഫർ ടു ഇൻവെസ്റ്റ് ഇൻ എന്നാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്. അപ്പം എന്താണ്, ഒരു റേഷണൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ഒബ്വിയസ്ലി എന്താണ് അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്,
എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. സോ എന്താണ് ദ പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ ദാറ്റ് എൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ വിൽ സെലക്ട് ഫ്രം ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് അവേർഷൻ ഓഫ് റിസ്ക്. അപ്പം എന്താണ് അപ്പം നമ്മൾ ആ എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് ഫ്രോണ്ടിയറിൽ നിന്നും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുന്നത് അയാളുടെ എന്താണ് ഡിഗ്രി ഓഫ് റിസ്ക് അവേർഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. അതായത് റിസ്ക് എടുക്കുന്നതിനുള്ള അയാളുടെ എന്താണ് അല്ലെങ്കിൽ റിസ്കിനോടുള്ള ആറ്റിറ്റ്യൂഡിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എഫിഷ്യൻ്റ് എന്ത് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുന്നത്. A highly risk-averse investor will hold a portion on the lower left-hand segment of the efficient frontier. അതായത് റിസ്കിനോട് എന്താണ് വളരെ പുച്ഛമുള്ള ആൾ, വളരെ നീരസമുള്ള ആൾ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാൾ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈ എന്തിൻ്റെ അടുത്തുള്ളതായിരിക്കും, നമ്മുടെ ഗ്ലോബൽ മിനിമം വേരിയൻസിൻ്റെ എടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും. ലോവർ ലെഫ്റ്റ് ഹാൻഡ് സെഗ്മെൻറ്റിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ ലോവർ ലെഫ്റ്റ് ഹാൻഡ് സെഗ്മെൻറ്റിലുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ റിസ്കിനോട് നീരസമുള്ള അല്ലെങ്കിൽ റിസ്കിനോട് താല്പര്യമില്ലാത്ത ആൾ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. വൈൽ ആൻ ഇൻവെസ്റ്റർ ഹൂ ഈസ് നോട്ട് എന്താണ് ടു റിസ്ക് അവേഴ്സ് വിൽ ഹോൾഡ് ഓൺ ദ അപ്പർ പോർഷൻ ഓഫ് ദി എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ബി പോലെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ബി എന്ന ഏരിയ ആയിരിക്കും എന്ത് റിസ്കിന് എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യണത്. അപ്പം ആ എഫിഷ്യൻറ്റ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ആ ഇൻവെസ്റ്ററുടെ എന്താണ് റിസ്ക് അവേഴ്സ് അല്ലെങ്കിൽ റിസ്ക് അവേർഷന് ഡിഗ്രിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. ആ ഗ്രാഫ് ഒന്ന് ഓർമ്മയിൽ വെക്കാനാണ് അത് ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ദ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ദസ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അവേർഷൻ ഓർ കൺവേഴ്സ്ലി ഓൺ ഈസ് റിസ്ക് ടോളറൻസ്. എന്താണ് അതുകൊണ്ട് തന്നെ ഈ എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്ററുടെ റിസ്ക് ടോളറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, എത്രത്തോളം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് സഹിക്കാൻ പറ്റും. സോ ദിസ് ക്യാൻ ബി ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് റിസ്ക് റിട്ടേൺ യൂട്ടിലിറ്റി കർവ് ഓർ ഇൻഡിഫറൻസ് കർവിൽ. എന്താണ് ഇത് നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം, ഇൻഡിഫറൻസ് കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെപ്പിക്റ്റ് ചെയ്യാം. ഓക്കെ, ഇൻഡിഫറൻസ് കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈച്ച് കർവ് റെപ്രസെൻറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് വിച്ച് ആർ ഈക്വലി സാറ്റിസ്ഫാക്ടറി ടു ദ കൺസേൺഡ് ഇൻവെസ്റ്റർ. എന്താണ് അപ്പോൾ ഇൻഡിഫറൻസ് കർവ് അറിയാൻ എന്നാൽ യൂട്ടിലിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ആ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇൻഡിഫറൻസ് കർവ് എന്ന് എന്ത് ചെയ്യണത് പറയണത്. അപ്പോൾ ഇവിടെ എന്താണ് I1 I2 I3 എന്ന് പറയുന്ന 3 ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. അപ്പം എന്താണ് ഈച്ച് കർവ് റെപ്രസെൻറ്റ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. എന്താണ് റിസ്ക് ആൻഡ് റിട്ടേണിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ എല്ലാത്തിനും എന്തുണ്ടായിരിക്കും, ഈക്വലി സാറ്റിസ്ഫാക്ടറി ടു ദ കൺസേൺഡ് ഇൻവെസ്റ്റർ. ഈ 3 എന്താണ് ഇൻഡിഫറൻസ് കർവിനും ഈക്വൽ യൂട്ടിലിറ്റി ആയിരിക്കും എന്ത് ഇൻവെസ്റ്ററെ സംബന്ധിച്ച്. സോ ദ ഇൻവെസ്റ്റർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ സക്സസീവ് പോയിൻറ്റ്സ് ഇൻ ദ കർവിൽ. എന്താണ് അദ്ദേഹം എന്തായിരിക്കും, ഇൻഡിഫറൻ്റ് ആയിരിക്കും. സോ the investor's goal would be to maximize his utility by moving up to the higher utility curve. അപ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അയാളുടെ റിട്ടേൺ എന്ത് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഹയർ യൂട്ടിലിറ്റി കർവിലേക്ക് മൂവ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അയാൾക്ക് ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കുന്ന ഇൻഡിഫറൻസ് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള എന്താണ് കർവിലേക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്താണ് ഇൻവെസ്റ്ററുടെ ഗോൾ എന്ന് പറയുന്നത്. സോ ദ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഫോർ ആൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വുഡ് ബി ദ വൺ at the point of tangency between the efficient frontier and his risk return utility ഓർ എന്താണ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അയാളുടെ എന്താണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഇൻഡിഫറൻസ് കർവും അതേപോലെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറും എവിടെയാണോ ടാൻജൻ്റ് ആവുന്നത്, ഓക്കെ, ഏതിലാണോ കൂടുതൽ എന്ത് ചെയ്യണത്, ടാൻജൻ്റ് ആവുന്നത്
അവിടെ ആയിരിക്കും അത് ആ ടാൻജൻറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നതും കൂടി നമ്മൾ നോക്കും. ഓക്കെ, എന്താണ് ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് 3 സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ടാൻജൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ I1, I2, I3. അപ്പോൾ I1 എന്ന് പറയുന്നതിനേക്കാളും യൂട്ടിലിറ്റി അവിടെ ഉണ്ട്, I2-ലുണ്ടാവും. അവിടെ യൂട്ടിലിറ്റി എന്തുണ്ടാവും, കൂടുതലുണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻവെസ്റ്റർ എന്തിനാണ് ശ്രമിക്കുന്നത്, ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള കർവിലേക്ക് മൂവ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. കാരണം എന്താണ്, അവിടെ അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും, I3-ൽ കുറച്ചും കൂടി റിട്ടേൺ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം ഈ ഇൻഡിഫറൻസ് കർവ് ഏതുമായിട്ട് ടാൻജൻ്റ് ആവുന്നത്, പോർട്ട്ഫോളിയോ റിട്ടേണുമായിട്ട് ടാൻജൻ്റ് ആവുന്ന എന്താണ്, അല്ലെങ്കിൽ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ നമുക്ക് എന്ത് പറയാം, ദ പോയിൻ്റ് O റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ടാൻജൻ്റ് ആവുന്നത്. വേറെ 2 സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ O എന്നുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, യൂട്ടിലിറ്റി ഉണ്ടാവുക. ഓക്കെ, എഫിഷ്യൻ്റ് ഫ്രോണ്ടിയർ ഇൻഡിഫറൻസ് കർവായിട്ട് ടച്ച് ചെയ്യുന്ന O എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത്, യൂട്ടിലിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കോവിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ മാർക്കോവിക്സ് യൂസ്ഡ് ദ ടെക്നിക് ഓഫ് ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് ടു ഐഡൻറ്റിഫൈ ദ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്. അദ്ദേഹം എന്താണ്, ക്വാഡ്രാറ്റിക് എന്താണ് പ്രോഗ്രാമിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യൂസിങ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഈച്ച് സെക്യൂരിറ്റീസ് അണ്ടർ കൺസിഡറേഷൻ and the covariance estimates for each pair of securities, he calculated the risk return for all possible portfolios. എന്താണ് റിസ്ക് റിട്ടേൺ കൺസിഡറേഷനും എക്സ്പെക്റ്റഡ് റിട്ടേണും അതേപോലെ റിസ്ക്കും ഒക്കെ അതേപോലെ കോവേരിയൻസും ഒക്കെ എന്ത് ചെയ്തിട്ട് കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓരോ പോർട്ട്ഫോളിയോയുടെയും എന്ത് കണ്ടുപിടിക്കുന്നു, റിസ്ക് റിട്ടേൺ ഫോർ ആൾ പോർട്ട്ഫോളിയോസ് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഫോർ എനി സ്പെസിഫിക് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഹി ഡിറ്റർമിൻ ദി ലീസ്റ്റ് റിസ്ക് പോർട്ട്ഫോളിയോസ് യൂസിങ് എന്താണ്, ക്വാഡ്രാറ്റിക് എന്നാണ് പ്രോഗ്രാമിംഗ്. എന്നപ്പം ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏറ്റവും റിസ്ക് കുറഞ്ഞുള്ള പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഓരോന്നും അദ്ദേഹം അങ്ങനെ വിത്ത് അനദർ വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ എ സിമിലർ പ്രൊസീജിയർ അഗെയിൻ എന്താണ് ഗിവ്സ് എന്നാണ് മിനിമം. അപ്പോൾ ഓരോ റിട്ടേൺ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുന്നു, പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. And the process is repeated with the different values of expected return. The resulting minimum risk portfolios constituted a set of efficient portfolios. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അദ്ദേഹം എന്ത് ചെയ്ത് ആവർത്തിച്ചിട്ട് അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് മാർക്കോവിക്സ് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, മാർക്കോവിക്സ് മോഡൽ എന്ന് പറയുന്ന സംഭവം ഈ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ആദ്യം അതിനെപ്പറ്റി എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പോർട്ട്ഫോളിയോ സെലക്ഷനെ പറ്റിയിട്ട് പറയുക, ഫീസിബിൾ സെറ്റ് ഓഫ് എന്താണ് പോർട്ട്ഫോളിയോസ്, ഓപ്പർച്യൂണിറ്റി സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിനെ പറ്റിയിട്ട് പറയുക. എന്നിട്ട് എങ്ങനെയാണ് അതിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഒരു ഇൻവെസ്റ്റർ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിലേക്ക് എത്തുന്നത് എന്ന് പറയുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, എങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എഫിഷ്യൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് സെഷൻ യു ക്യാൻ ആസ്ക്.